Hello guys, welcome back to another episode of Shadow Vortex. അപ്പം നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബ്ലോക്സിൽ ബ്ലോക്സ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഗെയിമാണ്. അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ എനിക്കറിയില്ല, പക്ഷെ അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ദിവസം തന്നെ ഞാൻ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ മറന്നുപോയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഭയങ്കര ഇതാവണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ 2 വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് ചെയ്യാം. നമ്മൾ ലൈറ്റ് ഫ്രൂട്ട് വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ റോൾ. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ എന്തോന്ന് കണ്ടല്ലോ, അടിയിലെന്താ സംഭവം? നന്നായി. പിന്നെ ഫ്രൂട്ട് എൻ്റെ ഫസ്റ്റ് കോമൺ ഫ്രൂട്ടാണ് ഗൈസ്, സ്റ്റോർ ചെയ്ത്. യെസ് ഗൈസ്, പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടുകണമെന്ന് അറിയൂലേ, കാരണം പട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടുകണമെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ലൈറ്റ് ഫ്രൂട്ട് കിട്ടിയിരുന്നു. അപ്പം നമുക്ക് ഓ മൈ ഗോഡ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടോ, അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവന് മിക്കവാറും മറ്റേ ഇവിടെ ഇരിക്കും, ഇവിടെ പൈററ്റ് സ്റ്റാർട്ടർ അതാ സ്റ്റാർട്ടറാണ്. അവനാടുണ്ടാ മതി എന്നാണ് എൻ്റെ ഒരു തോന്നല്. ഇവിടെ എവിടെയെങ്കിലും കാണില്ലല്ലോ. എന്ത് ഫ്രൂട്ടൊക്കെ സ്റ്റോക്കിലുള്ളോ കേട്ടെ. എട്ടി എന്തോ ഞാൻ കണ്ടില്ലല്ലോ. ഫിയോണിക്സ് ആണോ? കുഴപ്പമില്ല, ഫിയോണിക്സ് കുഴപ്പമില്ല. എനിക്ക് ലൈറ്റ്നിങ് ആണ് അതിൻ്റെ. എനിക്ക് ലൈറ്റ്നിങ് 2 മില്യൺ ആക്കിയാലോ. എന്നിട്ട് ലൈറ്റ്നിങ് വരുമ്പോൾ വാങ്ങാം. എങ്ങനെയുണ്ട്? സെറ്റ് ഐഡിയ അല്ലേ? എങ്ങനെ ഉണ്ടാവും കൈ? സെറ്റല്ലേ? അത് സെറ്റാണെന്നാണ് ഇപ്പോൾ എടുക്കുക. അയ്യോ, എന്നാലും ഓൻ എവിടെ ആയിരിക്കും? ഓൻ ജോയിൻ ചെയ്യും. എന്ത് കഷ്ടമാണ് ഗായ്, ഞാൻ 2 പ്രാവശ്യമായിപ്പോയി. ഇപ്പോൾ പാളിപ്പോൻ കാരണം എൻ്റെ മിസ്റ്റേക്കാണ്. ഇപ്പോൾ കുഴപ്പമില്ല. ഇതാണ് ഞാൻ പിടിച്ച ഫിഷ്. 10 ഉണ്ടായിട്ട് കാണണം. 5, 6, 7, 8 2 എവിടെ? 2 കാണുന്നില്ല. ഗൈസ് 2 കാണുന്നില്ല. എന്താ അറിയില്ല, എന്തായാലും 2 കാണുന്നില്ല. ഞാനിതാ മറീൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഉള്ള ബോസിനെ കൊണ്ടു നോക്കിയിരുന്നു, പക്ഷേങ്കിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഒറ്റയടിക്ക് വന്നപ്പോൾ നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, കോമ്പോ കിട്ടിയാണ്. അതൊരു സീനാണ്. ഗ്രൈൻഡിങ്ങിനൊക്കെ എത്ര സീനാണ് പറയാൻ അറിയോ പറ്റുമോ? ഇനി ഇതിരിക്കുക, എന്നിട്ട് ആവുമ്പോൾ അമ്മ ഇങ്ങനെ അടുത്തെടുക്കുക. എന്തടാ ഒക്കെ ഡോഡ് ചേർത്ത് എന്താണ്? നമുക്ക് 149 ലെവലായിട്ടുണ്ട്. യെസ്, ഓക്കെ, 149 ലെവലായിട്ടുണ്ട്. നമുക്ക് അടുത്ത സാധനം ഇപ്പോൾ ഗൈസ് നമുക്കുണ്ടല്ലോ വൈസ് അഡ്മിറലിനെ കൊല്ലണ്ട,
വൈസഡ്ബറിനെ കൊല്ലുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ സർവർ ഹോപ്പ് അത് തന്നെ, ഞാൻ സർവറോത പറഞ്ഞു പോയി അറിയേണ്ട. സർവർ ഹോപ്പില്ലേ, കുറച്ച് ഇതാണ് ഉണ്ടോ ഇവിടെ ചില ടൈം ഉണ്ടാവില്ല. ഓ അല്ല അപ്പോൾ പോണം. ഓക്കെ, ഇതാണ് ഈ 4 മിനിറ്റിനുള്ളിൽ സ്പോണാവുകയും ചെയ്യും ഒരാൾ കൊല്ലുകയാണെങ്കിൽ. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജും കൂടിയാണ്. സ്പോണാ യെസ് യെസ്. അതെടുത്തിട്ട് പോവാം. ഇവിടെ നിങ്ങോട്ട് ചാടിയാൽ പോരെ. ഓ ഇവിടേക്ക് ഇങ്ങനത്തെ ഒരു വഴിയൊക്കെ ഉണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ കയറി പോവാണെങ്കിൽ ഇതിങ്ങനെ കയറാൻ പറ്റും. കയറാണ്ടില്ല. ഓ കയറാണ്ടില്ലേ. ആ അപ്പുറത്ത് കൂടി ഇറങ്ങാം. പവറൊക്കെ വെറുതെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഇവിടെ നമ്മളെ കോംബോ എന്തായിരുന്നു? M1 അടിച്ചാൽ മതി. M1 നല്ല ഡാമേജാ. പക്ഷെങ്കിൽ ഓൻ ആ സൗണ്ട് മാത്രം. ഓ അത് ഇന്നപ്പോൾ കൊന്നു. ലാസ്റ്റ് ഷോട്ട്. ഓ വി ക്യാൻ ഗോ ടു നെക്സ്റ്റ് ഐലൻഡ് നൗ. യെസ് ഗൈസ് ലെറ്റ്സ് ഗോ. ഇനി ഇതിപ്പോൾ നമുക്ക് ഇവിടേക്ക് പോകണമെങ്കിൽ കുറേ നോക്കട്ടെ. ഇനിയുണ്ട് ഇവിടെ ആരോ ഉണ്ട്. അവനെ കൊല്ലാണ്ടാവട്ടെ. ഇനിയുണ്ട് ഇവനെ കൊല്ലാണ്ടാണെങ്കിൽ ഡാമേജ് എത്ര? ഓ മൈ ഗോഡ്, ഓനെ കൊന്നേ. ഓൾമോസ്റ്റ് എന്നെ കൊന്നു. അവനെവിടെ പോകണം? ഓ മറീനാണില്ലേ. ഇതറ എടോ കോമ്പാറ്റ് ആയിഷേ അവൻ അടിക്കണ്ടേന്. യെസ്. ഓ അതാ സ്കൈ ഐലൻഡ്സ് ആണ്. നമുക്കാട്ട് പോവാം. യെസ് ഇത് അവേക്കൻ ചെയ്യാൻ. അവേക്കൻ ചെയ്താൽ ഈ പവർ മൊത്തം കിഡിലനാവും. നമ്മുടെ ഈ ബറേജ് ഓഫ് ലൈറ്റില്ലേ അതൊരു ലേസർ മാതിരിയാവും അവേക്കൻ ചെയ്താൽ. നമുക്ക് സെക്കൻഡ്സിലെത്തിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് അവേക്കൻ ചെയ്യാൻ നോക്കാം. ഫുൾ അവേക്കണിൽ 15,000 ഫ്രാഗ്മെൻറ്റ്സ് വേണം. അത് നമുക്ക് ഉണ്ടാക്കണം. ഇറ്റ് ഈസ് സോ ഹാർഡ്. 15,000 ഫ്രാഗ്മെൻറ്റ്സ് എന്താ അറിയില്ലെങ്കിൽ 15,000 ഫ്രാഗ്മെൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ഇങ്ങനെ പോവാം. എന്നിട്ട് ഇവിടുന്ന് ഫ്ലാഷ് സ്റ്റെപ്പ് എടുത്തു. യെസ്. ഓക്കെ, സ്കൈ ബാൻഡിറ്റ്സ്. യെസ്. ഓ ഇത് എനർജി ഇല്ലല്ലോ. എനർജി തീരെ ഇല്ല. ഞാനൊരു പാട്ടും പാടുന്നു. എനർജി ഇല്ലല്ലോ. കുറച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോകേണ്ടി വരും. പിന്നെ നടുവ് ഇതാണെങ്കിൽ ഇതുമാതിരി ഇങ്ങനെ അടിക്കേണ്ടി വരും. ഓ ഇല്ല. നല്ലൊരു കൈ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനോ കുറച്ചൊരു ഈസി. നല്ല ഡാമേജും കൊടുക്കല്ലോ നമ്മൾ. നമുക്ക് മൊത്തം M1 അടിക്കും. M1. ഈ പവറൊക്കെ അങ്ങനെ എടുക്കെടുത്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അടുത്ത പവർ മിക്കവാറും ഇവിടുന്ന് കിട്ടാൻ മതിയാകും. ജസ്റ്റ് മിസ്. ഇപ്പം ചത്തുവേനെ. ചത്തല്ല, സോറി, താഴോട്ട് പോയേനെ. 200
ഡാമേജ്. ഒറ്റ ഇതുകൂടി കൂടി 200. Yes. Oh my god guys, ലൈറ്റ് വെച്ചിട്ട് സുഖത്തിൽ ഗ്രൈൻഡ് ചെയ്തു. ഐസിനെ കാട്ടി എത്രയോ ബെറ്ററാണ്. ഞാൻ കുറെ പറഞ്ഞാണെങ്കിലും പിന്നെ പറയാൻ തോന്നും. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ലൈറ്റ് ഫ്ലൈറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ഫ്രൂട്ട് പിന്നെ ഗ്രൈൻഡിങ്ങിന് സെറ്റാവാൻ കാരണം. ലെവൽ ഭയങ്കര സ്മെല്ലാണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് സ്പീഡ് കണ്ടോ ഇപ്പം 200 ഡാമേജ് 203 ഡാമേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളാ കോംബോ ചെയ്താലോ. ഇതിങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യാം. അപ്പൊ ചെറിയൊരു കോംബോ ആണ് പറയല്ലേ. വേണേ പറയാം. ഇങ്ങനെ ചെയ്തിട്ട് ദാറ്റ് ഈസ് എ കോംബോ. പെർഫെക്റ്റ് കോംബോ. ഞാൻ ജയിച്ചാട് നിൽക്കാൻ. യെസ്. ഓ മൈ ഗോഡ്. ആർക്കും കാണാൻ പറ്റില്ല. നമ്മിങ്ങനെ അടിച്ചെടുത്താൽ മതി ആരെങ്കിലും വന്നാൽ. യെസ്. അവന് 2 അടി അടിച്ചേ. അപ്പോൾ ഇവന് 2 അടി കൊടുക്കണം. 2 അടി. ഇവന് 1 അടി എടുത്താൽ എന്തൊക്കെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് ഗൈസ്. എനിക്ക് 2 സബ്സ്ക്രൈബേഴ്സും കൂടി ആയാൽ 10 സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റും. എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സ് ആവണം. എല്ലാവരും വേഗം ചെയ്യുക. വേഗം എനിക്ക് 10 സബ്സ്ക്രൈബേഴ്സേ വേഗം ആവണം ഗൈസ്. എൻ്റെ ഫേസ് റിവീൽ എന്നറിയോ, അത് ചിലപ്പോൾ നടക്കില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അത് നടക്കൽ എനിക്ക് എന്നാണോ റോൾ ചെയ്തിട്ട് ഒരു കിഡ്സിനെ ഫ്രൂട്ട് കിട്ടുന്നത്. ഓക്കെ, കിഡ്സിനെ വേണ്ട. കിഡ്സിനെ വേണ്ട. വീഡിയോയിലില്ല. ഞാൻ ഷോർട്സ് ആക്കിയിട്ട് മാത്രം എൻ്റെ ഫേസ് റിവീൽ ചെയ്യും. വീഡിയോയിൽ ഇടാൻ എനിക്കറിയില്ല. ഓക്കെ, ഷോർട്സ് ആയി എൻ്റെ ഫേസ് റിവീൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്നാണോ ഈ ഫസ്റ്റ് സീൻ കേട്ടോ. ഫസ്റ്റ് സീൻ എനിക്ക് ഒന്നെങ്കിൽ ടീറക്സ് കിട്ടണം. സെക്കൻഡ് സീൻ എനിക്ക് എന്താണ് സെക്കൻഡ് സീന്ന് ടൈഗർ. തേർഡ് സീന്ന് എന്താണ് മറ്റേ കിഡ്സിനെ. ആ 3 പറഞ്ഞതിൽ ഏതെങ്കിലും ആ ഒരു ഫ്രൂട്ട് കിട്ടിയാൽ എൻ്റെ ഫേസ് റിവ്യൂ ഉണ്ടാവും. അത് 100% ഉറപ്പായിരിക്കും. 100% ഉറപ്പായിരിക്കും. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് ടീറക്സ് കിട്ടുക. എനിക്ക് ലൈറ്റിനെക്കാളും കുറച്ച് ഇഷ്ടം ഈ ടീറക്സ് ആണ്. ടീറക്സിൻ്റെ ആ ട്രാൻസ്ഫോർമേഷനെ അതിൽ ഒരു M1 നല്ല ഡാമേജ് അടിക്കും. കാരണം അതിൽ M1 അടിച്ചാൽ പിന്നെ വേറെ കുറച്ചുകൂടി ഡാമേജ് അടിക്കും. അത് ഇങ്ങനെ മാന്തി നമ്മൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഫേസ് റിവ്യൂൽ ഉണ്ടാവും. എനിക്ക് ഫസ്റ്റ് സീന്ന് ടീറക്സോ, സെക്കൻഡ് സീന്ന് ടൈഗറോ, തേർഡ് സീന്ന് കിഡ്സിനെ കിട്ടിയാൽ എൻ്റെ ഫേസ് റിവ്യൂൽ ഉണ്ടാവും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ എനിക്ക് 100K അടിക്കുമ്പോൾ എൻ്റെ ഫേസ് റിവ്യൂ ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ 100K അല്ലെങ്കിൽ മറ്റേ എന്തായിരുന്നു മറ്റേ ആ ഫ്രൂട്ടില്ലേ അത്. എനിക്ക് ഫ്രൂട്ടിൻ്റെതാണ് ഇഷ്ടം. കാരണം എനിക്ക് ഫ്രൂട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും എനിക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ ഫേസ് ആണല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ലക്കുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ക്രിയേഷനും ഇന്നത്തെ വീഡിയോയിൽ അത്ര അങ്ങോട്ട് ലക്കില്ലായിരുന്നേ.
യെസ് യെസ്. എവിടെ ആൾക്കാരുടെ അവിടെ ഉണ്ട്. എല്ലാത്തിനും അടിച്ചത്. എനിക്ക് ആ ബ്രേക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അയാളെ കൊല്ലുക ഞാൻ ചെയ്തു. അടുത്ത് എനിക്ക് എന്തല്ലേ നമുക്ക് ഒരു മാസ്റ്ററോട് മതി. ഒറ്റ മാസ്റ്ററോട് കിട്ടിയാൽ എനിക്ക് റിഫ്ലക്ഷൻ കിക്ക് കിട്ടും. റിഫ്ലക്ഷൻ കിക്ക് നോക്കാം കിട്ടുമല്ലേ. യെസ് അടി തന്നെ അടിച്ചിട്ടുണ്ട്. ഈ ഐലൻഡിൽ ബോസ് ഇല്ല. ബോസ് ഉണ്ട്, 2 ബോസ് ഉണ്ട്. പക്ഷെ അപ്പർ സ്കെയിലാണെന്നുള്ളൂ. അതിൻ്റെ മേത്തുനിന്നായി പോയി വെച്ച്. ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു മാസ്റ്ററും കൂടിയും. യെസ് റിഫ്ലക്ഷൻ കിക്ക്. അതവിടെ ഒരാളുണ്ടോ? ലെറ്റ്സ് ഗോ. അങ്ങനെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. നമ്മളെ കയ്യിൽ ഇപ്പോൾ 1,00,000 രൂപയായിട്ടുണ്ട്. നമുക്ക് 2 മില്യൺ ആക്കി ലൈനിങ് ഫ്രൂട്ട് വാങ്ങാനായിട്ട് വെക്കാം. അല്ലേ നമുക്ക് മറ്റൊരു ചേഞ്ച് എടുത്താലോ? ടീറക്സ് കിട്ടാൻ കുറച്ച് പണിയുണ്ട്. ലൈനിങ് ഇട്ട് നോക്കിയാലോ ടീറക്സിനവരോ? അങ്ങനെ തന്നെ. സെക്കൻഡ് സിയും തേർഡ് സിയും അങ്ങനെ തന്നെ. പക്ഷേങ്കിൽ ഞാൻ 3 ഫ്രൂട്ട് വരും. ആ 3 ഫ്രൂട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഇട്ടാൽ എൻ്റെ ഫേസ് റിവീൽ ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് സീൻ എനിക്ക് കിട്ടേണ്ട ഫ്രൂട്ട്സ് ഏതൊക്കെ അറിയോ? ഒന്നെങ്കിൽ ലൈനിങ്, അല്ലെങ്കിൽ ടീറക്സ്, അല്ലെങ്കിൽ ഇപ്പം ഏതാ ഗ്രാവിറ്റി. ആ 3 ഫ്രൂട്ട്. പിന്നെ ഈ സെക്കൻഡ് സീ എന്നുള്ളത് അത് തന്നെ മതി. പക്ഷെങ്കിൽ സെക്കൻഡ് സീൽ ഒരു എക്സ്ട്രാ ഉണ്ടാവും. എത്തിയും ഒന്നെങ്കിൽ ടൈഗർ അല്ലെങ്കിൽ എത്തി കിട്ടണം. തേർഡ് സീൽ ഒന്നെങ്കിൽ കിഡ്സിനെ 3 ആവാല്ലേ. എല്ലാ ഇതിലും 3 ആക്കാം. ഫസ്റ്റ് സീൽ 3 മനസ്സിലായല്ലോ. ഏതൊക്കെ ഇതും ടീറക്സ്, ലൈനിങ്, ഗ്രാവിറ്റി. സെക്കൻഡ് സീല് ടൈഗർ, എത്തി, കൺട്രോള്. തേർഡ് സീല് കിഡ്സുനെ, പിന്നെ കുറച്ച് അടിക്ക് പോലെ കിഡ്സുനെ നമുക്ക് സെക്കൻഡ് സീക്ക് ആക്കാം. സെക്കൻഡ് സീക്ക് ആക്കിയിട്ട് എനിക്ക് വേണ്ടത് തേർഡ് സീല് കിഡ്സുനെ കൺട്രോള്, പിന്നെ ഡ്രാഗന്. ആ ഡ്രാഗൻ ഇട്ടില്ല എനിക്കറിയാം. പക്ഷേ 3 ഫ്രൂട്ട് ഉണ്ടല്ലോ. അപ്പം എല്ലാം മനസ്സിലായല്ലോ. ഫസ്റ്റ് സീന്ന് ടീറക്സ്, ലൈനിങ്, ഗ്രാവിറ്റി. ആ 3 ഏതെങ്കിലും ഒന്ന് കിട്ടണം. സെക്കൻഡ് സീന്ന് എനിക്ക് ടൈഗർ, എത്തി ആൻഡ് ഡോഗ് കിട്ടണം. തേർഡ് സീന്ന് കിഡ്സിനെ കൺട്രോൾ ഓർ ഡ്രാഗൻ. യെസ്, ഇത് നല്ല നോക്ക് ബാക്ക് ഉണ്ടല്ലേ. യെസ്, ബ്രേക്ക് ഡാൻസ് കുറച്ചാൽ വേണ്ടിയുള്ളൂ, നിങ്ങൾ കുഴപ്പമില്ല. അപ്പോൾ ഐസി ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.